തൃശൂർ കൊടുങ്ങല്ലൂരിൽ കുഴിമന്തി കഴിച്ച് ഭക്ഷ്യവിഷബാധയേറ്റ 85 പേർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ പെരിഞ്ഞനത്തെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചതിനെ തുടർന്നാണ് 85 പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റത്. ഇവരിൽ 50ഓളം പേർ ഇപ്പോഴും വിവിധ ആശുപത്രികളിൽ നിരീക്ഷണത്തിൽ കഴിയുകയാണ്. സാരമായി വിഷബാധയേറ്റ ഒരു യുവതി കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ ICUവിലാണ്. പെരിഞ്ഞനം വടക്കേ ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഹോട്ടലിൽ നിന്നും കുഴിമന്തി അടക്കമുള്ള ഭക്ഷണങ്ങൾ കഴിച്ചവർക്കാണ് വിഷബാധയേറ്റത്. സംഭവത്തെ തുടർന്ന് ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗവും ഹോട്ടലിൽ പരിശോധന നടത്തി ഹോട്ടൽ അടപ്പിച്ചു. 3 പീടിക ഡെമ്പോ സ്റ്റാൻഡിനടുത്തുള്ള സെയിൻ ഹോട്ടലാണ് അടപ്പിച്ചത്. ഇവിടെ നിന്നും സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് കൊണ്ടുപോയെന്നും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കൂടുതലായും പാഴ്സലായി ഭക്ഷണം വാങ്ങിപ്പോയവർക്കാണ് പ്രശ്നങ്ങളുണ്ടായതെന്നാണ് വിവരം. മയോണൈസിൻ്റെയോ മറ്റോ പ്രശ്നമാണോ എന്ന കാര്യം പരിശോധനയ്ക്ക് ശേഷമേ പറയാൻ സാധിക്കൂവെന്ന് ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും വ്യക്തമാക്കി. അതേസമയം 2 ദിവസം മുൻപ് കൊച്ചിയിൽ ചപ്പാത്തി കഴിച്ച് ഒരു കുടുംബത്തിലെ 4 പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. ഇതിൽ 2.5 വയസ്സുള്ള കുട്ടി ഗുരുതരാവസ്ഥയിലായിരുന്നു. കാക്കനാട് ഇടച്ചിറയിലുള്ള കടയിൽ നിന്ന് ചപ്പാത്തി കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. ഭക്ഷ്യവിഷബാധയുണ്ടാവാനിടയായ ഇടച്ചിറയിലെ ഹോട്ടൽ റാഹത്ത് പത്തിരിക്കട അടച്ചുപൂട്ടി. തൃക്കാക്കര നഗരസഭ ആരോഗ്യ വിഭാഗമാണ് ഹോട്ടൽ പൂട്ടാൻ നിർദ്ദേശം നൽകിയത്. ഹോട്ടലിന് നഗരസഭയുടെയും ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെയും ലൈസൻസ് ഇല്ലായിരുന്നുവെന്നാണ് വിവരം. ഭക്ഷണത്തിൻ്റെ സാമ്പിളുകൾ അധികൃതർ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിനിടെ കോഴിക്കോട് നാദാപുരത്ത് കൂൺ കഴിച്ചു ഒരു കുടുംബത്തിലെ 4 പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. വരിക്കോളി സ്വദേശികളായ പൊക്കൻ സുനിൽ, ഭാര്യ റിജ, മകൻ ഭഗത് സൂര്യ എന്നിവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. വീടിന് സമീപത്തു നിന്നും ലഭിച്ച കൂൺ കഴിച്ചതോടെ ഇവർക്ക് ശാരീരിക അസ്വസ്ഥതകളും ഛർദിയും വയറിളക്കവും അനുഭവപ്പെടുകയായിരുന്നു. ഇതേ തുടർന്ന് 4 പേരും കല്ലാച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. അതേസമയം കഴിഞ്ഞ ദിവസം കോഴിക്കോട് നഗരത്തിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ച 3 കടകൾ ഭക്ഷ്യസുരക്ഷാ വിഭാഗം അടപ്പിച്ചിരുന്നു. 9 കടകൾക്ക് പിഴ ഈടാക്കുകയും 14 കടകൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു. നഗരത്തിലെ 44 കടകളിലാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധന നടത്തിയത്.